ശ്രീരാധേ ശ്രീരാധേ. എൻ്റെ പേര് ഷിജി. ഞാനൊരു കൃഷ്ണാനുഭവം പറയുകയാണ്. ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ രാധാറാണി ദേവിയും കൃഷ്ണനെയും പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഞാനിങ്ങനെ മയക്കത്തിലേക്ക് വീണപ്പോഴത്തേക്കും ഒരു സംഗീതം പോലെ ഇങ്ങനെ എനിക്ക് ചുറ്റും കേൾക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാധാദേവിയും കൃഷ്ണനും ഗോപികമാരും ഒക്കെ ചേർന്ന് എനിക്ക് ചുറ്റും നന്നായി നൃത്തം ചെയ്യുകയാണ്. അപ്പം എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാൻ മാത്രം ഇങ്ങനെ നൃത്തം ചെയ്യുന്നില്ല, പകരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രാധാദേവിയും കൃഷ്ണനും ഗോപികമാരും ഒക്കെ ആ താളത്തിനൊത്ത് നന്നായി ഡാൻസ് ചെയ്യുകയാണ്. പെട്ടെന്ന് ഭഗവാൻ എൻ്റെ കാലിൽ ഇങ്ങനെ ഇടത് കാലിൽ ഇങ്ങനെ ചവിട്ടി, നന്നായിട്ട് ഇങ്ങനെ എനിക്ക് ചവിട്ടിയായി. എൻ്റെ ഭഗവാൻ എന്നെ ഒന്ന് നോക്കി അങ്ങ് ഡാൻസ് ചെയ്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്നപ്പോഴത്തേക്ക് എൻ്റെ ഇടത് കാല് അദ്ദേഹം കൃഷ്ണ ഭഗവാൻ ചവിട്ടിയ കാല് ഭയങ്കര വേദന അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, അയ്യോ എൻ്റെ കാല് ഭയങ്കര വേദനയാണല്ലോ, ഇത് സ്വപ്നമായിരുന്നു. അപ്പോൾ ഞാനിനി എൻ്റെ കാലിനി കട്ടിലാണ് വെച്ച് അടിച്ചൊന്ത് ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ കാല് അനക്കാൻ വയ്യ. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റില്ല, രാവിലെ പോകാം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പതിയെ ഭഗവാനെയും പ്രാർത്ഥിച്ച് രാധാറാണിയമ്മയും പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. രാവിലെ ഞാൻ ഉണർന്നപ്പോൾ ആദ്യം ചിന്തിച്ചത്, എൻ്റെ കാലിൽ വേദനയാണല്ലോ, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമല്ലോ. ഞാൻ പതുക്കെ എഴുന്നേറ്റ് കാലിലേക്ക് നോക്കി, കാലനക്കിയപ്പോൾ ഒരു വേദനയും അപ്പോൾ അനുഭവപ്പെട്ടില്ല. ഭഗവാന്റെ ആ നോട്ടം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. രാധാറാണി ദേവിയുടെയും ഗോപികമാരുടെയും ഒക്കെ നൃത്തവും ആ സംഗീതവും ഒക്കെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അത് നല്ല ഒരു കൃഷ്ണാനുഭവമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. രാധേ രാധേ. രാധേ രാധേ. ഗുഡ് മോർണിംഗ്. ശ്രീകൃഷ്ണ ഭഗവാന്റെയോ രാധാറാണിയുടെയോ ദർശനം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം നമുക്ക് തോന്നത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റിൽ താഴെ നിൽക്കത്തക്കവണ്ണം എനിക്കൊരു വോയിസ് മെസ്സേജും അതോടൊപ്പം നിങ്ങളുടെ ഒരു ഫോട്ടോയും അയക്കുക. 9645333999 അയച്ചാൽ മതി. നിശ്ചയമായിട്ടും അത് രാധേ രാധേ ചാനലിൽ വന്നിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണഭക്തിയല്ല, രാധാകൃഷ്ണ ഭക്തി ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങളും സഹകരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അയക്കുക. ഗുഡ് മോർണിംഗ്. രാധേ രാധേ. ഓ രാധേ രാധേ.